കൊയ്ത്ത് യന്ത്രക്ഷാമത്തെ തുടർന്ന് കേരളത്തിലെ നെൽ കർഷകർ പ്രതിസന്ധിയിൽ. വിരിപ്പ് കൃഷിയുടെ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ വലയുന്നു. കേന്ദ്ര സർക്കാർ അനുവദിച്ച കൊയ്ത്ത് യന്ത്രങ്ങളടക്കം കൂടുതൽ വാടക കിട്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഇടപെടാതെ സംസ്ഥാന സർക്കാരും കർഷകരെ വലയ്ക്കുകയാണ്. കേരളത്തിൽ നെല്ലിന്റെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്തുകാലമാണ്. കോട്ടയം ജില്ലയിൽ മാത്രം 750 ഹെക്ടറിൽ വിരിപ്പ് കൃഷി കൊയ്തെടുക്കാനുണ്ട്. പക്ഷേ കൊയ്യാൻ കൊയ്ത്തുയന്ത്രമില്ല. 175 കൊയ്ത്തുയന്ത്രമാണ് ജില്ലയിലാകെ ആവശ്യമുള്ളത്. പക്ഷേ കിട്ടാനുള്ളത് 70 എണ്ണം മാത്രം. ഇതിൽ കൂടുതലും സ്വകാര്യ ഏജൻസികളുടേതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെതിൽ ഏതാനും യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം കോട്ടയം ജില്ലയിൽ കൊയ്ത്ത് യന്ത്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വാടക കിട്ടുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഈ യന്ത്രങ്ങൾ പോയി. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചാണ് കേരളത്തിൽ കൊയ്ത്തു നടത്താറ്. പക്ഷേ ഇവിടുത്തെ യന്ത്രങ്ങൾ നിലനിർത്താനോ ആവശ്യമായ യന്ത്രങ്ങൾ വരുത്തിക്കാനോ കൃഷി വകുപ്പ് ചെറുവിരൽ അനക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോട്ടയം ജില്ലയിൽ മാത്രം ഏകദേശം 30ഓളം കൊയ്ത്ത് മെഷീനുകളാണ് സബ്സിഡി നിരക്കിൽ 50 മുതൽ 80% സബ്സിഡി നിരക്കിൽ കൊയ്ത്ത് മെഷീനുകൾ നൽകിയിരിക്കുന്നത്. ഇത്തരം കൊയ്ത്ത് മെഷീനുകൾ കർഷകർക്കോ കർഷക കൂട്ടായ്മകൾക്കോ ആണ് ലഭിക്കേണ്ടത്. എന്നാൽ ജില്ലയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള മെഷീനുകൾ ലഭിച്ചിരിക്കുന്നത് കൊയ്ത്ത് മെഷീൻ ഏജന്റുമാരുടെ കയ്യിലാണ്. ഇവർ ഈ മെഷീനുകൾ അന്യ സംസ്ഥാനത്തേക്ക് അധിക വാടക ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്തത് മൂലമാണ് ഇപ്പോൾ ജില്ലയിൽ ഇത്തരത്തിലൊരു ക്ഷാമം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് കഴിയുമ്പോൾ പുഞ്ചകൃഷി ആരംഭിക്കുകയാണ്. പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് സമയത്ത് കൊയ്ത്ത് മെഷീനുകളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. 110 ദിവസമാകുമ്പോൾ തന്നെ കൊയ്ത്ത് നടത്താവുന്ന പാടശേഖരങ്ങളിൽ നെല്ല് കിടക്കാൻ തുടങ്ങിയിട്ട് 130-ലേറെ ദിവസമായി. മഴ ശക്തി പ്രാപിച്ചതോടെ നെല്ല് ചുവട് ചാഞ്ഞു വീഴാനും തുടങ്ങി. ഇത്തരം നെല്ലുകൾ തൊഴിലാളികളെ നിർത്തി കൊയ്തെടുക്കുകയാണ് ഇപ്പോൾ. ഫലം ഇരട്ടി ചെലവും നഷ്ടവും മാത്രം. കർഷകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സമയാസമയം എത്തിക്കാൻ കൃഷി വകുപ്പ് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരും. ജനം, കോട്ടയം.